അങ്ങനെ ശ്രീകാന്ത് വന്നപ്പോൾ വർഷ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് കരയാണ്. നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്ന് ഞാൻ രേവതി ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ ഇപ്പോഴും നിൽക്കില്ലായിരുന്നു. കാരണം റോഷൻ ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതുപോലെ രേവതി പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അടുക്കളയിൽ നിന്നും കൊണ്ട് നമ്മുടെ രേവതി പുറത്തേക്ക് വരുന്നുണ്ട്. രേവതിയെ കണ്ടതും വർഷയും ശ്രീകാന്തും കെട്ടിപ്പിടിച്ച് നിന്നിങ്ങനെ നിൽക്കുകയില്ലേ. അപ്പോഴത്തേക്കും മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ചേച്ചി എന്നോട് ക്ഷമിക്കുന്നു, ചേച്ചി ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ രക്ഷപ്പെട്ടത്. അപ്പോഴത്തേക്കും പറഞ്ഞു, നിങ്ങളിവിടെ ഒറ്റയ്ക്ക് താമസിക്കേണ്ട, ഇനിയും അവൻ വരും, അവന് വൈരാഗ്യമുണ്ട്, ദേഷ്യമുണ്ട്, നിങ്ങൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വീട്ടിൽ വന്ന് അച്ഛനോട് വന്ന് മാപ്പ് ചോദിച്ച് നിങ്ങൾ താമസിക്കാൻ നോക്ക്. ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഇവിടെ ഒറ്റയ്ക്കാണെങ്കിൽ അവൻ നീ വരും, ശല്യം ചെയ്യും. നിങ്ങൾക്ക് എപ്പോഴും അവനിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. നീ ഒരു ഒറ്റ മോളായതുകൊണ്ട് മാത്രമായിരിക്കും നിനക്ക് കൂട്ടുകുടുംബത്തിനെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടാത്തത്. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് നിങ്ങളിവിടെ നിന്ന് മതിയാക്കി, ഇവിടുത്തെ ജീവിതം മതിയാക്കിയിട്ട് വീട്ടിൽ വരിക. വീട്ടിൽ വരുമ്പോഴും അച്ഛനും മാപ്പ് തന്ന് നീ ചെയ്ത കാര്യങ്ങൾക്ക് അച്ഛൻ എന്തെല്ലാം അനുഭവിച്ചു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മാപ്പ് തരുമെന്ന് പറയുന്നുണ്ട്. മാപ്പ് തന്ന് അവിടെ താമസിക്കാമെന്ന് പറയുന്നുണ്ട്. നിങ്ങളൊക്കെ കൊടുത്തിട്ട് രേവതി ഇറങ്ങുകയാണ്. രേവതി നേരെ പോയത് വർഷയുടെ വീട്ടിലേക്കാണ്. വർഷയുടെ അച്ഛനും അമ്മയും താമസിക്കുന്ന വീട്ടിലേക്ക്. അവിടെ പോയി ഹോണിംഗ് ബെല്ല് അടിക്കുന്നു. വർഷയുടെ അമ്മ വന്ന് വാതിൽ തുറക്കുന്നു. അപ്പോഴത്തേക്ക് ചോദിച്ചു, നീ എന്തിനാണ് ഇവിടെ വന്നത്? നിന്നെ അവിടെ ആർക്കും കാണണ്ട, നീ നേരെ നിന്ന് നീ കല്യാണം കഴിച്ചു കൊടുത്തു, എൻ്റെ മോളെ അടിച്ചു മാറ്റിയതല്ലേ, എൻ്റെ ഒരേ ഒരു മോളെ അടിച്ചു മാറ്റി, അതുകൊണ്ട് നീ ഇവിടെ വരാൻ പാടില്ല. ഞാൻ വരുന്നില്ല. ഞാനൊരു കാര്യം, നിങ്ങളുടെ മകൾക്ക് എന്താ സംഭവിച്ചെന്ന് നിങ്ങൾക്കറിയാവോ? നിങ്ങളുടെ മകൾ ഞാൻ ഇന്നില്ലായിരുന്നെങ്കിൽ വെണ്ണീറായി പോയേനെ. നിങ്ങൾ നല്ലൊരു വലിയൊരു വീട്ടിലെ പയ്യനെ അല്ലേ ആലോചിച്ച് വെച്ചിരുന്നു. ആ പയ്യൻ ഇന്ന് ആസിഡ് കൊണ്ടുവന്ന് നമ്മളെ മുഖത്തൊഴിച്ച് വികൃത രൂപമാക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. പക്ഷേ ഞാൻ അവിടെ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ട്. ഞാനിവിടെ വന്നത് നിങ്ങളെ മോളെ നിങ്ങളിങ്ങനെ സ്വീകരിക്കാനോ ഒന്നിനോ അല്ല. ഞങ്ങൾ പാവങ്ങളാണ്. ഞങ്ങളെ നിങ്ങൾ കണ്ടുപിടിച്ച ആ മരുമോനെ പോലെ എത്രയോ മേളിലാണ് നമ്മുടെ ശ്രീകാന്ത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ. അപ്പോഴത്തേക്ക് അവർ ചോദിക്കുന്നുണ്ട്, എൻ്റെ മോൾക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അങ്ങ് സങ്കടം വരെയാണ് നമ്മുടെ വർഷയുടെ അമ്മയ്ക്ക്. അപ്പോൾ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം വർഷ പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരുടെ കൂട്ടുകുടുംബമായാലും നിങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ ഏത് നിമിഷവും റോഷൻ വർഷേനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഞാനിന്നില്ലായിരുന്നെങ്കിൽ വർഷ വികൃത രൂപം ആയിക്കഴിഞ്ഞേനെ. പക്ഷെ എന്തോ ഈശ്വര ഭാഗ്യം കൊണ്ട് എന്നെ അവിടെ എത്തിച്ചു. ഞാനത് കയ്യോടെ നേരിട്ടത് കൊണ്ടാണ് ഇന്ന് റോഷൻ്റെ കയ്യിൽ നിന്നും കൊണ്ട് നമ്മുടെ വർഷ രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ രേവതി അവിടെ നിന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ മോളെ കാണണമെന്ന് പറയുന്നുണ്ട് വർഷയുടെ അമ്മ. ഈ സമയം വർഷയുടെ അച്ഛൻ പറയുന്നുണ്ട്, ഞാൻ അന്ന് അവനെ കാണാൻ പോകുന്നുണ്ട്. അവനെ എൻ്റെ മോളുടെ നഷ്ടപരിഹാരമായിട്ട് 5 ലക്ഷം രൂപ വാങ്ങിയിട്ട് ഇപ്പോൾ എൻ്റെ മകളെ കൊല്ലാൻ വേണ്ടി നടക്കുന്നു എന്നും കേട്ടുകൊണ്ട് വർഷയുടെ അച്ഛൻ പറഞ്ഞിട്ട് അങ്ങോട്ട് മാറുന്നുണ്ട്. ഈ സമയത്ത് രേവതി അങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ രേവതി പോയിട്ട് നേരെ ചെന്നെത്തുന്നത് നമ്മുടെ സച്ചി കാറ് ഓട്ടിക്കുന്ന സ്റ്റാൻഡിലോട്ടേക്കാണ്. അങ്ങനെ സ്റ്റാൻഡിലേക്ക് വരുമ്പോൾ മഹേഷ് പറയുന്നടാ, രേവതി ഇതോ വരുന്നുണ്ട്. രേവതി എന്തിനാണ് വന്നത്? അച്ഛന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വേറെ എന്തെങ്കിലും? ഇല്ല ഒരു കുഴപ്പവും ഇല്ലയെന്ന് പറയുന്നുണ്ട്. ഇന്നൊരു സംഭവം ഉണ്ടായി, അത് പറയാൻ വേണ്ടി വന്നതാണെന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ സോഷ്യൽ മീഡിയക്കാരൊക്കെ ഓടി വന്നിട്ട് ചോദിക്കുന്നു, ചേച്ചിയല്ലേ ഇന്ന് ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തിയത്? ചേച്ചിക്ക് ആ ധൈര്യമൊക്കെ എവിടെ നിന്നാണ് കിട്ടിയത്? എങ്ങനെയാണ് കുട്ടി? അത് ഞാനും അവളൊന്ന് സംസാരിച്ചിട്ട് മാറിയ സമയത്താണ് അവൻ വന്നത്. എനിക്ക് ആ ചുടുകട്ട കിട്ടിയപ്പോൾ ഞാൻ അങ്ങ് എറിഞ്ഞു പോയി. പിന്നെയെന്ന് പറയുന്നത് ആ ധൈര്യം എനിക്ക് കിട്ടിയത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇത് കണ്ടുകൊണ്ട് നമ്മുടെ സച്ചി നിൽക്കണം. സച്ചി അന്തം വിട്ട് കുന്തം പോയി. അപ്പം സംഭവങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സച്ചിക്ക് മനസ്സിലായി. അപ്പോഴേ പറയുന്നുണ്ട്, എനിക്ക് ഈ ധൈര്യം കിട്ടിയത് എൻ്റെ ഭർത്താവിൽ നിന്നാണ്. ഇത് കേൾക്കുമ്പോൾ സച്ചി എന്തിനാ അറിയാതെ ഒന്ന് നോക്കി പോകുന്നു കേട്ടോ. ആ നോട്ടം വല്ലാത്തൊരു നോട്ടമായിപ്പോയി.
അപ്പോൾ സച്ചിയുടെ അടുത്ത് നിന്നും കൊണ്ടും ഇവർ ചോദിക്കുന്നു, സച്ചി അതിനുള്ള മറുപടി പറയുന്നു, അവളെൻ്റെ ഭാഗ്യമാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ.